നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അനിമേഷൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ബോള് ഒന്ന് താഴെ തട്ടി തെറിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു അനിമേഷനാണ് നമ്മൾ തയ്യാറാക്കിയത്. ഈ അനിമേഷനെ ഒരു പശ്ചാത്തലം ഒന്ന് തയ്യാറാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പുതിയ ലെയർ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ബിറ്റ് മാപ്പ് ലെയർ എന്നതിലാണ് നമ്മളിപ്പോൾ ഈ ബോള് വരച്ചത്. ഇവിടെ ലെയേഴ്സിൽ ഈ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളൊരു പുതിയ ലെയർ ആഡ് ചെയ്യാം. ന്യൂ ബിറ്റ് മാപ്പ് ലെയർ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഈ ബിറ്റ് മാപ്പ് ലെയറിനെ നമുക്ക് അനുയോജ്യമായൊരു പേര് കൊടുക്കാം. ഞാനിവിടെ BG ബാക്ക്ഗ്രൗണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് BG എന്ന് പേര് കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. നോക്കൂ, ഇവിടെ BG എന്ന പേരിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ വന്നതായി കാണാം. നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരച്ച് തയ്യാറാക്കിയാലോ? ടൂൾ ബോക്സിൽ നിന്ന് ഇവിടെ നമുക്കൊരു ബ്രഷ് ടൂള് സെലക്ട് ചെയ്യാം. ബ്രഷിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ മാക്സിമം ആക്കി വെച്ചു വിഡ്ത്ത്. അതുപോലെ തന്നെ ഫെദർ, ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അരികുകളൊക്കെ സ്മൂത്തായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെദർ യൂസ് ചെയ്യുന്നത്. ഫെദർ ഞാനൊരു 65 ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ വേണമെങ്കിൽ ആ വാല്യൂ ഇവിടെ ടൈപ്പ് കൊടുക്കുക. അപ്പോൾ 60 വേണമെങ്കിൽ 60 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചാൽ ആ വാല്യൂ അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്കൈ ആണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഒരു ബ്ലൂ കളർ എനിക്ക് ആവശ്യമാണ്. പിന്നെ കളർ പാലറ്റിൽ നിന്ന് ഒരു ബ്ലൂ കളർ എടുക്കുന്നു. ദെൻ ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ വരയ്ക്കുമ്പോൾ ക്യാൻവാസിന് പുറത്ത് പോയതിന് കുഴപ്പമില്ല. നമുക്ക് പ്ലേ വരുമ്പോൾ ഉള്ളിലുള്ള ഏരിയ മാത്രമായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോറിന് വേറെ നിറം കൊടുക്കണം. അപ്പം ഞാനൊരു ബ്രൗൺ ഷെയ്ഡ്, ഡാർക്ക് ബ്രൗൺ, ഒരു മണ്ണിൻ്റെ നിറം കിട്ടുവാണെങ്കിൽ ആ നിറമായിരിക്കും ഒന്നും നല്ലത്. അപ്പം അത്തരത്തിലൊരു നിറം എടുത്ത് നമുക്ക് താഴെയും കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പുല്ല് പോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഗ്രീൻ എടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മഡ്ജ് കൊടുക്കാം. ഈ ബ്രഷിൻ്റെ വിഡ്ത്തൊക്കെ നമുക്ക് ആവശ്യാനുസരണം കൂട്ടുക കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ചെറിയൊരു പുല്ല് ഈ സൈഡിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഒന്ന് ചെറിയൊരു കാട് പോലെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടായി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലേ ചെയ്യുമ്പോൾ ബോൾ നമുക്ക് കൃത്യമായി കാണുന്നില്ല അല്ലേ? എന്താ കാരണം? നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബോളിന് തൊട്ട് മുകളിലാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ ബാക്ക്ഗ്രൗണ്ട് ലെയർ. അതുകൊണ്ടാണ് ഇപ്പോൾ ബോൾ പോകുന്നതായിട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ നമ്മുടെ ബിറ്റ് മാപ്പ് ലെയർ, അതായത് ഈ ബോൾ തയ്യാറാക്കിയിട്ടുള്ള ലെയറിൻ്റെ താഴേക്ക് മാറ്റണം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ബോളിൻ്റെ ലെയറിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കൃത്യമായല്ലോ. ഓക്കെ, ഇപ്പോൾ കൂട്ടുകാർക്ക് ഈ ലെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. വ്യത്യസ്ത ലെയറുകളിലായി നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ക്യാരക്ടേഴ്സ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അവയെ ക്രമീകരിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഒന്നിന് പ്ലേ ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്താലോ? ഫയൽ, എക്സ്പോർട്ട്, മൂവി. അപ്പം ഞാനിവിടെ ബ്രൗസ് ചെയ്ത് ഒരു പുതിയ പേര് കൊടുക്കുന്നു. ബോൾ ബൗൺസ് എന്ന് പേര് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ ഞാൻ തൽക്കാലം ഒന്ന് സേവ് ചെയ്യാണ്. ദെൻ ഓക്കെ കൊടുക്കുന്നു. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ചെറിയ ഒരു പ്രവർത്തനമായിരുന്നുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ മൂവി നൗ ഇവിടെ യെസ് കൊടുത്താൽ നമുക്ക് കാണാം. അതല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷനിൽ പോയാലും കാണാൻ സാധിക്കും. ഞാനിവിടെ യെസ് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ബോൾ ബൗൺസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ നമുക്ക് ആവശ്യമില്ല, ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണം കുറച്ച് സമയത്തേക്ക്. ഇവിടെ കണ്ടോ, ഈ ലെയറിൻ്റെ സൈഡിലായിട്ട് ഒരു കറുത്ത ഡോട്ട് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ മാത്രമായിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പുതിയ ലെയറുകളൊക്കെ വെച്ച് നിങ്ങൾ നല്ലൊരു പ്രവർത്തനം ചെയ്ത് നോക്കുക.